ഹായ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ജനറൽ PHC ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സഞ്ജി. പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, CPO എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണോ അതോ CPO ഡ്രൈവർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണോ? ഏതാണ് ഏറ്റവും കൂടുതൽ എളുപ്പം? ജോലി കിട്ടാൻ സാധ്യത ഏതിനാണ്? അങ്ങനെ പല ചോദ്യങ്ങളും പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനൊരു ഉത്തരമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോർ വഴി ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, പ്ലേ സ്റ്റോറിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ, മോക്ക് ക്ലാസ്സുകൾ, ഡെയിലി കറണ്ട് അഫേഴ്സുകൾ എല്ലാം നിങ്ങൾക്ക് ലഭ്യമാകും. അത് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് നേടാനായിട്ട് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പൊ നമുക്ക് നേരെ സെക്ഷനിലേക്ക് കടക്കാം. അപ്പൊ ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ CPO ഡ്രൈവർ എക്സാമിനെ കുറിച്ചാണ്. ഓൾറെഡി കേരള പോലീസിലേക്കാണ് അല്ലെ, പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അല്ലെങ്കിൽ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്നാണ് തസ്തികയുടെ പേര്. സാലറി സ്കെയിൽ 30,000 അല്ലെങ്കിൽ 31,000 മുതൽ 66,000 വരെ ലഭിക്കുന്ന ഒരു സാലറി സ്കെയിലുള്ള ഒരു ജോബാണ്. അതേപോലെ തന്നെ ഇവിടെ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്റ്റ്, അതായത് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. CPO ഡ്രൈവർ എന്ന് പറയുന്നത്, ഡ്രൈവർ പരീക്ഷ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് അല്ലെ, സ്റ്റേറ്റ് വൈഡ് നടക്കുന്ന ഒരു എക്സാം ആണ്. അതായത് റാങ്ക് ലിസ്റ്റ് വരുന്നത് ഈ പറയുന്ന സ്റ്റേറ്റ് വൈസിനായിരിക്കും അല്ലെ, റാങ്ക് ലിസ്റ്റ് വരുന്നത് സ്റ്റേറ്റ് വൈഡ് ആയിരിക്കും. അതായത് കേരളത്തിലുള്ള എല്ലാ ജില്ലയിലുള്ള ഉദ്യോഗാർത്ഥികളോടായിരിക്കും നിങ്ങളവിടെ മത്സരിക്കാനായിട്ട് പോകുന്നത് അല്ലെ. കേരളത്തിലെ 14 ജില്ലയിലുള്ള ഉദ്യോഗാർത്ഥികളോടാണ് നിങ്ങളവിടെ മത്സരിക്കാനായിട്ട് പോകുന്നത്. എവിടെ? ഈ പറയുന്ന CPO ഡ്രൈവറിൽ. എന്നാൽ നമ്മുടെ CPO എക്സാമിലേക്ക് വരുമ്പോൾ ബാക്കിയെല്ലാം സിമിലർ ആണ്. കേരള പോലീസിലേക്കാണ്, പോലീസ് കോൺസ്റ്റബിൾ ആണ്, സാലറി വരെ സിമിലർ ആണ്. പക്ഷേ അതെന്താണ്? ബറ്റാലിയൻ വൈസ് ആണ്. എന്ത് വൈസാണ്? ബറ്റാലിയൻ വൈസ്. അതായത് കേരളത്തിലുള്ള 14 ജില്ലകളെ 7 ബറ്റാലിയനുകളായിട്ട് തിരിച്ച് ആ ബറ്റാലിയനുകൾ വൈസാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് അല്ലെ. ബറ്റാലിയനുകൾ വൈസാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കോമ്പറ്റീഷൻ കുറച്ചുകൂടെ കൂടുതൽ എവിടെയായിരിക്കും? CPO ഡ്രൈവറിനായിരിക്കും. ആ ഒരു രീതി വെച്ച് പറയുമ്പോൾ കോമ്പറ്റീഷൻ കൂടുതൽ CPO ഡ്രൈവറിനായിരിക്കും. കാരണം എന്താണ്? അതൊരു സ്റ്റേറ്റ് വൈഡ് നടക്കുന്ന എക്സാം ആണല്ലോ. പക്ഷെ CPO എന്ന് പറയുന്നത് ബറ്റാലിയൻ വൈസ് ആകുമ്പോൾ ചുരുങ്ങുമല്ലോ അല്ലെ, ആൾക്കാരുടെ എണ്ണം ചുരുങ്ങുമല്ലോ എന്ന് നമ്മൾ വിചാരിക്കും അല്ലെ. പക്ഷേ നിങ്ങളൊരു കാര്യം നോക്കണം, അതിന്റെ ക്വാളിഫിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ ഈ CPO ഡ്രൈവർ എക്സാം എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ +2 ഉണ്ട്, അതിനോടൊപ്പം ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ വേണം. +2വിനോടൊപ്പം എന്തും വേണം? ഒരു ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ CPO ഡ്രൈവർ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. നമുക്ക് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള എന്ത് വേണം? ഈ പറയുന്ന കറന്റ് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഫോർ മോട്ടോർ സൈക്കിൾ വിത്ത് എ ഗിയർ, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ, ഹെവി പാസഞ്ചർ വെഹിക്കിൾ ആൻഡ് ഹെവി ഗുഡ്സ് വെഹിക്കിൾ വിത്ത് ഡ്രൈവേഴ്സ് ബാഡ്ജ്. ഈ പറയുന്ന ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? ഈ പറയുന്ന CPO ഡ്രൈവർ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. CPO എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് എന്ത് മാത്രം മതി? +2 ക്വാളിഫിക്കേഷൻ മാത്രം മതി. +2 ഉള്ള ഒരുപാട് പേര് എന്തിലേക്ക് അപ്ലൈ ചെയ്യും? CPOയിലേക്ക് അപ്ലൈ ചെയ്യും. പക്ഷേ CPO ഡ്രൈവറിലേക്ക് ആകുമ്പോൾ അതിനോട് +2വിനോടൊപ്പം എന്തും വേണം? ടെക്നിക്കൽ ക്വാളിഫിക്കേഷനും വേണം. അതായത് +2വിനോടൊപ്പം ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ കൂടെ ഉള്ളവർ മാത്രമേ എവിടെ അപ്ലൈ ചെയ്യുകയുള്ളൂ? CPO ഡ്രൈവറിന് അപ്ലൈ ചെയ്യുകയുള്ളൂ. പക്ഷെ CPO എന്ന് പറയുമ്പോൾ +2 ക്വാളിഫിക്കേഷൻ ഉള്ള ഏതൊരാൾക്കും എന്ത് ചെയ്യാം? CPOയ്ക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ ഇത് രണ്ട് ഫോഴ്സ് എക്സാം ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ പറയുന്ന ഫിസിക്കലി ഇഷ്യൂസ് ഉള്ളവർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ളവർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് മനസ്സിലാക്കുക. അല്ലാതെ +2 യോഗ്യതയുള്ള ഏതൊരു ഉദ്യോഗാർത്ഥിക്കും അപ്ലൈ ചെയ്യാം. അതായത് അതിനുവേണ്ട ഫിസിക്കൽ യോഗ്യതകൾ വേണം അല്ലെ, ഇത്ര ഹൈറ്റ് വേണം, ചെസ്റ്റിന്റെ വിരിവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. പക്ഷെ അതിന് മുന്നോടിയായിട്ട് ക്വാളിഫിക്കേഷൻ വൈസ് എന്ത് മാത്രം മതി? +2 മാത്രം മതി CPOയിലേക്ക്. CPO ഡ്രൈവറിലേക്ക് ആകുമ്പോൾ +2 വേണം, എന്തും വേണം? ടെക്നിക്കൽ ക്വാളിഫിക്കേഷനും ആവശ്യമാണ്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഈ പറയുന്ന അഡ്വൈസ് ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഈ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിലേക്ക് അല്ലെ, അതായത് 8/5/2020 വരെ ഇപ്പൊ കൂടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 200-ന് മേളില് ഇപ്പൊ അഡ്വൈസ് ആയിട്ടുണ്ട് അല്ലെ. ഈ ഒരു ടൈമിൽ 200-ന് മുകളിൽ അഡ്വൈസ് ആയിട്ടുണ്ട്. ഏകദേശം 197 അഡ്വൈസുകളും നടന്നിട്ടുണ്ട്. CPO ഡ്രൈവർ സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. CPO ഡ്രൈവറിൽ ഏകദേശം എത്ര അഡ്വൈസുകൾ പോയിട്ടുണ്ട്? 197. ഇപ്പൊ കൂടിയിട്ടുണ്ട്. ഈ ഒരു മാസം അത് 200-ന് മുകളിൽ പോയിട്ടുണ്ട്. 200-ന് മുകളിൽ അഡ്വൈസുകൾ പോയിട്ടുണ്ട്. പത്രത്തില്
നമ്മൾ നോക്കുകയാണെങ്കിൽ 200-ന് മുകളിലെ അഡ്വൈസുകൾ പോകുന്ന ഒരു പോസ്റ്റാണ് CPO ഡ്രൈവർ. എന്നാൽ CPO മോശമാണോ? CPO മോശമല്ല. പല ബറ്റാലിയനുകളിലായിട്ട് ഇപ്പൊ ചില ബറ്റാലിയനുകളിലെല്ലാം അല്ലെ, പത്തനംതിട്ട പോലുള്ള വലിയ 3 ജില്ലകൾ ഉൾപ്പെടുന്ന ബറ്റാലിയനുകളാണ്. അവിടെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം 300-ലധികം വേക്കൻസീസ് ആണ് ഫില്ലായത്. അപ്പൊ അത്യാവശ്യം രണ്ടിലും വേക്കൻസീസ് ഉണ്ട് അല്ലെ. CPO ഡ്രൈവറിലാണെങ്കിലും CPO-ലാണെങ്കിലും വേക്കൻസീസ് ഉള്ള 2 പോസ്റ്റുകളാണ് അല്ലെ. CPO ഡ്രൈവറും CPO എന്ന് പറയുന്നത് രണ്ടും വേക്കൻസീസ് ഉള്ള പോസ്റ്റുകളാണ്. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്ലസ് ടുവും ഉണ്ട് അതോടൊപ്പം ഈ ഡ്രൈവിംഗ് ക്വാളിഫിക്കേഷനും ഉണ്ട് എങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ 2 എക്സാമിനും പ്രിപ്പയർ ചെയ്യുക. ഒരൊറ്റ എക്സാമിന് മാത്രം ഫോക്കസ് ചെയ്യാതെ 2 എക്സാമിന് വേണ്ടിയും പ്രിപ്പയർ ചെയ്യുക. കാരണം 2 എക്സാമിന്റെയും സിലബസ് ഏകദേശം സിമിലർ ആണ്. 2 എക്സാമിന്റെയും സിലബസ് ഏകദേശം സിമിലർ ആണ്. അതായത് നിങ്ങൾ നോക്കിക്കൊള്ളുക, 2 എക്സാമുകളിലേക്കും ഇപ്പൊ CPO-ലാണെങ്കിൽ ജനറൽ നോളജിൽ നിന്ന് 40 മാർക്കാണ്. എന്നാൽ CPO ഡ്രൈവറിലേക്ക് വരുമ്പോൾ GK-ക്ക് 30 മാർക്കാണ് വരുന്നത്. അതായത് രണ്ടിന്റെയും ക്വാളിഫിക്കേഷൻ ലെവൽ ഓഫ് എക്സാം സിമിലർ ആണ്. നിങ്ങൾ CPO-ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്തും ചെയ്യാം, പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിനും യൂസ് ചെയ്യാം. അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് രണ്ടും 10 മാർക്കാണ് കറണ്ട് അഫയേഴ്സ് വരുന്നത്. 2 എക്സാമിനും കറണ്ട് അഫയേഴ്സിൽ നിന്ന് 10 മാർക്കാണ് വരുന്നത്. ഇനി മെന്റൽ എബിലിറ്റി, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി രണ്ടിനും 10 മാർക്കാണ് അല്ലെ. 10 മാർക്കാണ് മാത്സും മെന്റൽ എബിലിറ്റിയും വരുന്നത്. അതേപോലെ തന്നെ ഇംഗ്ലീഷ്, ഇവിടെ CPO-ക്ക് ഇംഗ്ലീഷ് ഉണ്ട്. CPO-ക്ക് എന്തുണ്ട്? ഇംഗ്ലീഷ് ഉണ്ട്. എന്നാൽ CPO ഡ്രൈവറിന് എന്തില്ല? ഇംഗ്ലീഷ് ഇല്ല. അത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഡ്രൈവർ എക്സാമിന് എന്തില്ല? ഇംഗ്ലീഷ് ഇല്ല. പക്ഷെ CPO എക്സാമിന് എന്തുണ്ട്? 10 മാർക്കിന് ഇംഗ്ലീഷ് ഉണ്ട്. അതേപോലെ തന്നെ മലയാളം ലാംഗ്വേജ്, നമ്മൾ മലയാളം അല്ല ലാംഗ്വേജ് ആയിട്ട് എടുക്കുന്നത്. ലാംഗ്വേജ് 10 മാർക്ക് മലയാളം CPO-ക്ക് ഉണ്ട്. എന്നാൽ ഡ്രൈവറിന് മലയാളത്തിന്റെ 10 മാർക്ക് ഇല്ല. ഓക്കെ, CPO പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് മാത്രം എക്സ്ട്രാ പഠിക്കണം? ഈ പറയുന്ന ഇംഗ്ലീഷും മലയാളവും എക്സ്ട്രാ പഠിക്കണം. ഡ്രൈവറിനെ സംബന്ധിച്ച് ഇംഗ്ലീഷും ഇല്ല, മലയാളവും ഇല്ല. അതേപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സ് നമ്മുടെ CPO റിലേറ്റഡ് അല്ല, BNS-ഉം അല്ലെ, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത അങ്ങനെ ഉൾപ്പെടുന്ന പോക്സോ അല്ലെ, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അങ്ങനെയുള്ള ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്സുകളെല്ലാം കൂടി 20 മാർക്ക് CPO-ക്കും ഉണ്ട്, 20 മാർക്ക് CPO ഡ്രൈവറിനും ഉണ്ട്. സോ സ്പെഷ്യൽ ടോപ്പിക്സിൽ നിന്ന് 20 മാർക്ക് നമുക്ക് ലഭിക്കും. അതേപോലെ തന്നെ എന്താണ്, ഈ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട തീർച്ചയായിട്ടും ഡ്രൈവർ എക്സാം ആയതുകൊണ്ട് തന്നെ ഇവിടെ 30 മാർക്കിന് ഡ്രൈവിംഗ് ആയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സുകളാണ് അല്ലെ. CPO-ക്ക് ഡ്രൈവിംഗിന്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്താണ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ CPO ഡ്രൈവർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഇംഗ്ലീഷും മലയാളവും പഠിക്കണ്ട, അഡീഷണൽ ആയിട്ട് എന്ത് പഠിക്കണം? 30 മാർക്കിന്റെ ഡ്രൈവിംഗ് പഠിക്കണം. ഇനി CPO എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അവർ ഇംഗ്ലീഷും പഠിക്കണം, മലയാളവും അഡീഷണൽ ആയിട്ട് പഠിക്കണം അല്ലെ. ഇംഗ്ലീഷും പഠിക്കണം, മലയാളവും അഡീഷണൽ ആയിട്ട് പഠിക്കണം. എന്ത് പഠിക്കണ്ട? ഈ ഡ്രൈവിംഗ് റിലേറ്റഡ് സ്പെഷ്യൽ ടോപ്പിക്സ് പഠിക്കണ്ട. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ട് എങ്കിൽ രണ്ടും ഒരേപോലെ പഠിക്കാൻ ശ്രമിക്കുക. അല്ലെ, രണ്ടിനും പഠിക്കുക. അതാണ് ചെയ്യേണ്ടത്. ഒരു എക്സാമിനെ മാത്രം ഫോക്കസ് ചെയ്താൽ രണ്ടും പഠിക്കുക. നിങ്ങളിപ്പോ ഡ്രൈവറിന് ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ ഇംഗ്ലീഷും മലയാളം എക്സ്ട്രാ പഠിച്ചാൽ മതി അല്ലേ. എങ്കിൽ നിങ്ങൾ CPO ഫോക്കസ് ചെയ്യുന്നവരാണ് എങ്കിൽ എന്ത് എക്സ്ട്രാ പഠിക്കണം? 30 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് എക്സ്ട്രാ പഠിക്കണം. സോ 2 എക്സാമിനും ഒരേ പഠനം നമുക്ക് യൂസ് ചെയ്യണം. ആ ഒരു രീതിയിലുള്ള പഠനമായിരിക്കണം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അല്ലെ. ഇപ്പൊ ഇനി നമുക്കറിയാം, ഇപ്പൊ ഓൾറെഡി ഒരു CPO എക്സാം കഴിഞ്ഞു. CPO എക്സാം എന്ന് പറഞ്ഞ എല്ലാ വർഷവും വിളിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ്. എല്ലാ വർഷവും. ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്ന ഡിസംബറിനാണ്. അപ്പോൾ ഓൾറെഡി ഒരു എക്സാം കഴിഞ്ഞതാണ്. അപ്പൊ ആ എക്സാമിന്റെ മാർക്ക് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. പല ബറ്റാലിയനുകളിലും 50 മാർക്കിന് മുകളിൽ അല്ലെങ്കിൽ 50 മുതൽ 60 റേഞ്ചിലാണ് എന്ത് വരുന്നത്? കട്ട് ഓഫ് വരുന്നത്. അത്രയും കട്ട് ഓഫ് ഇല്ല എങ്കിൽ അടുത്ത എക്സാമിന് വേണ്ടി നിങ്ങൾ ഇപ്പോഴേ എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അല്ലെ. അപ്പോ 2 എക്സാമിനും ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ ഡിസംബർ അവസാനത്തോടു കൂടിയായിരിക്കും. അതിന് മുന്നോടിയായിട്ട് ഓരോ ദിവസവും നമ്മൾ കേട്ടിട്ടുണ്ട്, പയ്യെ തിന്നാൽ പനയും തിന്നാം. പതിയെ ഓരോ ടോപ്പിക്കുകളും പഠിച്ചു തീർക്കാം. ഒരേ പഠനത്തിൽ തന്നെ അല്ലെ, നമ്മൾ പറയാറുണ്ട് ഒരു വെട്ടിക്ക് 2 പക്ഷി. ഒരേ പഠനത്തിൽ തന്നെ 2 പോസ്റ്റിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രിപ്പയർ ചെയ്യാം.
ഇപ്പോൾ CPO എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഏറ്റവും പുതിയ ബാച്ച്, CPO ഡ്രൈവർ എക്സാമിന് വേണ്ടിയിട്ടുള്ള ബാച്ച്. ഈ ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ബാച്ചിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വരാൻ പോകുന്ന CPO എക്സാമിന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ കൂടിയാണ്. അല്ലെ, നമ്മൾ പറഞ്ഞ പോലെ ഒരു വെടിക്ക് രണ്ട് പക്ഷി അല്ലെ. അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരു പഠനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എത്രയും വേഗം ജോയിൻ ചെയ്തോളുക നമ്മുടെ ബാച്ചിലേക്ക്. ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുമായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ 8089200474 എന്ന നമ്പറിൽ കണക്ട് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോ വേണം നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങളുടെ മറ്റു ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.